ഹലോ, ഒരുപാട് ദിവസമായി കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലൊക്കെ ലോട്ടസ് ചെയ്യുമെന്നുള്ള റിക്വസ്റ്റ് വരാൻ തുടങ്ങിയിട്ട്. സോ ഇന്നൊരു ലോട്ടസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ 3 ലൈൻസ് വരക്കാം, ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഒരു ലൈൻ സെന്ററിലും അതിന്റെ താഴെ മേലായിട്ട് ഒരു വലിയ ലൈനും ചെറിയ ലൈനും. എന്നിട്ട് നമ്മൾ വരക്കാൻ പോകുന്ന ഒരു ടിയർ ഡ്രോപ്പ് ആണ്. അടിയിലേക്ക് യു പോലെ വന്ന് മേലേക്ക് വി പോലെ വരുന്ന പോലെ ഒരു എലമെന്റ് വരയ്ക്കുക. അതിനുശേഷം ആ ഫസ്റ്റ് ലൈനും വന്ന് നമുക്ക് ഇതുപോലെ ഒരു എലമെന്റ് വരയ്ക്കുക. ഈ ലോട്ടസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 സൈഡിലും സിമെട്രിക് ആയിരിക്കണം എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ശരിയാവുള്ളൂ. ഓക്കെ, എന്നിട്ട് ഒരു പെറ്റലും കൂടി നമുക്ക് സെയിം ആയിട്ട് തന്നെ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലൈൻ വരച്ചില്ലേ, അവിടെ നിന്ന് ചെറിയൊരു പെറ്റൽ സൈഡിലേക്കായിട്ടും വരയ്ക്കുക. ഈ ലോട്ടസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വരക്കുക കേട്ടോ. അത് പിന്നീട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോഴും ഞാൻ ലോട്ടസ് വരയ്ക്കാൻ പെർഫെക്റ്റ് അല്ല, എങ്കിലും അത്രയും റിക്വസ്റ്റ് വന്നുകൊണ്ട് എനിക്ക് അറിയുന്ന പോലെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഇതുപോലെ അടിയിലേക്ക് 2 പെറ്റൽസ് വരയ്ക്കുക. സെന്ററിൽ ഡോട്ടും കൊടുത്ത് ആ ഒരു സ്പേസിലും കൂടി നമുക്ക് 2 പെറ്റൽസ് വരയ്ക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതാ പുറത്ത് കൂടി ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ തിക്കൻ ചെയ്യുക. നമ്മൾ ഈ തിക്കൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരേ പ്രഷറിൽ വേണം ചെയ്യാൻ. ഒരു എംബോസ്ഡ് എഫക്റ്റ് കിട്ടണമെങ്കിൽ അത്രയും പ്രഷർ കൊടുത്തിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഭംഗി നമുക്ക് കിട്ടൂല. സോ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഫില്ലിങ്സ് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ അപ്പോൾ മാത്രമാണ് അത്രയും വൃത്തിയും എംബോസ്ഡ് എഫക്റ്റും കിട്ടുള്ളൂ. ഇനി രണ്ടാമത് നമ്മൾ വരയ്ക്കുന്നത് ഇതേപോലെ തന്നെ ടിയർ ഡ്രോപ്പ് വരയ്ക്കുക. നമ്മളിപ്പോൾ നേരത്തെ വരച്ച പെറ്റൽസ് ഉണ്ടല്ലോ, ആ പെറ്റൽസ് ഇതുപോലെ വേർതിരിച്ച് വേണം വരയ്ക്കാൻ. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലോട്ടസ് ആണ് കേട്ടോ. സോ ഇതുപോലെ 2 സൈഡിൽ നിന്നും നമ്മൾ നമ്മുടെ ലോട്ടസിന്റെ പെറ്റൽസ് വരച്ചതിന് ശേഷം ഇതുപോലെ രണ്ടാമതും ഒരു പെറ്റൽസ് വരയ്ക്കുക. ഇങ്ങനെ 3 പെറ്റൽസ് ആട്ടോ 2 സൈഡിലായിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഇതും അത്ര പെർഫെക്റ്റ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അറിയുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം ലോട്ടസ് അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പിന്നെ അത്ര റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാനും നമ്മൾ ഫോളോ ചെയ്യാനും മറക്കരുത്. ആൻഡ് ഓൾസോ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ഇതുപോലെ ഒരുപാട് എലമെന്റ്സ് നമുക്ക് ഇനിയും ചെയ്യാം. ഞാൻ ഒരുപാട് എലമെന്റ്സ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് നാളത്തെ വീഡിയോയിൽ ചെയ്യാം. സോ എൻ്റെ 2 ലോട്ടസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കമൻസിൽ അറിയിക്കണേ. ആൻഡ് ഓൾസോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നെ കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ലോട്ടസ്. ഒന്ന് നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്യാണ്ട് ഒന്ന് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കണേ. സോ നമ്മളിതാ ഇതുപോലെ എല്ലാ പെറ്റൽസും ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആവും കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഒരുപാട് ബ്രൈഡൽ ഡിസൈനിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ലോട്ടസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.